Hello everyone, welcome back to my channel Murshid Bandidos. Hope all you guys are doing good. ഈ ആഴ്ചത്തെ വീഡിയോ മോട്ടോർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് മോട്ടോർ റൈഡ് പോകുന്ന ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യം തന്നെ. ബിക്കോസ് നമ്മളൊക്കെ മോട്ടോർ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണ് അല്ലേ, ഒരുപാട് കിലോമീറ്റേഴ്സ് വർഷത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ഓരോ 500 കിലോമീറ്ററിലും നമ്മുടെ ചെയിന് ക്ലീൻ ചെയ്യേണ്ടതും ലൂബ് ചെയ്യേണ്ടതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതൊക്കെ വളരെ നിർബന്ധമാണ് ഒരു ഹെൽത്തി ലൈഫ് ചെയിന് വേണമെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മൾ 150 റുപ്പീസ് മെക്കാനിക്കിനും അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലൊക്കെ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കേണ്ടി വരും. വർഷത്തിൽ 20,000 കിലോമീറ്റർ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഏകദേശം 150 രൂപ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 6,000 രൂപ ചെയിൻ ക്ലീൻ ചെയ്യാനും ലൂബ് ചെയ്യാനും വേണ്ടി മാത്രം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ക്യാഷ് നിങ്ങൾക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യാത്രക്ക് ഫ്യൂവൽ അടിക്കുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആവും. സോ ഇന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ ചെയിന് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാം, എങ്ങനെ ലൂബ് ചെയ്യാം എന്നുള്ളതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ചെയിൻ ക്ലീനർ വേണം അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് TRM Calidad എന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ഉപയോഗിക്കാം ചെയിൻ ക്ലീനർ. പിന്നെ നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളതാണ് ചെയിൻ ലൂബ് അല്ലേ. അതോടൊപ്പം തന്നെ നിർബന്ധമായിട്ടും വേണ്ട മറ്റൊരു ആഡ് ഓൺസ് ആണ്, അതായത് ചെയിൻ ക്ലീൻ ബ്രഷ്. ഇത് നമുക്ക് എന്തായാലും വാങ്ങിക്കണമെന്ന് ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യണം. ബിക്കോസ് നിങ്ങളുടെ മോട്ടോർ വളരെ ഈസി ആയിട്ട് ഈ ചെയിൻ ക്ലീൻ ബ്രഷ് കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഏകദേശം ഒരു 1 ഇയറൊക്കെ ലൈഫ് മിനിമം കിട്ടും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൗ ദ മാർക്കറ്റ് പ്രൈസ് ഇസ് 180 റുപ്പീസ്. വേറെബോ യു ആർ ഗെറ്റിംഗ് ഫോർ എ ബെറ്റർ പ്രൈസ്. നിങ്ങൾക്ക് വാങ്ങിക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷേ ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ പണി എളുപ്പമാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആൻഡ് ഇന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് യമഹ RN5 V3 മോട്ടോർ സൈക്കിളാണ്. ഓക്കെ, ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് വേണ്ട ടൂള് എന്ന് പറയുന്നത് 10 സൈസിൻ്റെ ഒരു ടൂള് വേണ്ടതായിട്ടുണ്ട്. അതുപോലെ 12 സൈസിൻ്റെ ഒരു ടൂള് വേണം. പിന്നെ വീലിലേക്ക് വേണ്ടിയിട്ട് വീൽനട്ടിന് വേണ്ടിയിട്ട് 19 സൈസിൻ്റെ ഒരു ടൂള് വേണം. ഇന്ന് ഈ ഒരു ചെയിൻ ക്ലീൻ ചെയ്യുന്നതും ലൂബ് ചെയ്യുന്നതിനൊക്കെ ബാൻഡിഡോസിൻ്റെ ഒരു സീനിയർ മെക്കാനിക്, ഏകദേശം ഒരു 5 വർഷത്തോളം നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിക്കാണ്. സോ കുക്കുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കുക്കു ആണ് നിങ്ങൾക്കിതൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്. സോ വെൽക്കം കുക്കു. കുക്കു, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെയിൻ ക്ലീൻ ചെയ്ത് അതുപോലെ ലൂബ് ചെയ്ത് അതിനുശേഷം ചെയിൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഓരോ റൈഡർക്കും നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം ഇത് എത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് അല്ലേ. സോ അതിന് വേണ്ട ടൂൾസുകളൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ടൂൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഏതൊക്കെ ടൂളാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, ഡ്രൈ സ്പ്രോക്കറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8mm ഒരു ടൂളും കൂടെ കുക്ക് എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഡ്രൈ സ്പ്രോക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 3000 കിലോമീറ്ററിൽ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. നിങ്ങൾ 5000 കിലോമീറ്ററിലോ വോട്ടെവർ, ചില ആളുകൾ അതിൽ കിലോമീറ്റർ വ്യത്യാസം വരുത്താറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ പ്രിഫറബിൾ എപ്പോഴും 3000 കിലോമീറ്ററിലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. അതും കൂടെ നിങ്ങളെ കാണിക്കുക. അതും നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പാർട്ട് ഫ്രം ചെയിൻ ലൂബിങ്ങും ടൈറ്റിങ്ങും ക്ലീനിങ്ങിലും പുറമെ ഇതും കൂടെ നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ ആ ഒരു ടൂള്, അത് കൂടാതെ വീലിലേക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു 19 സൈസിൻ്റെ ഒരു ടൂളുണ്ട്. അത് കൂടാതെ 10 സൈസിൻ്റെ ഒരു ടൂൾ വെച്ചിട്ടുണ്ട്. ആൻഡ് 12 സൈസിൻ്റെ അല്ലേ, 12 സൈസിൻ്റെ ടൂൾ. സോ ഇത്ര മാത്രം ടൂൾസാണ് നിങ്ങൾക്ക് ഈ ഒരു ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ലൂബ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. തുടങ്ങല്ലേ? ഡൺ. സോ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ചെയിൻ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു നമുക്ക് TRM Calidadൻ്റെ ചെയിൻ ക്ലീനർ ഉണ്ട്. സോ കുക്കു, ആദ്യം ചെയിൻ ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക. അതിനുവേണ്ടി മോട്ടോർ സൈക്കിൾ നമുക്ക് ഓൺ ചെയ്യാം. മറ്റൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയട്ടെ. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, അല്ലെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഓഫ് ചെയ്യാം, എല്ലാവരോടും എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, മോട്ടോർ സൈക്കിൾ എപ്പോഴും ഈ ഒരു പെഡോക്ക് സ്റ്റാൻഡിലോ നിങ്ങൾ ഈ ചെയിൻ ക്ലീൻ ചെയ്യുമ്പോഴോ ലൂബ് ചെയ്യുന്ന സമയത്തോ ബൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വീല് കറങ്ങാൻ വേണ്ടി അത് വളരെ ഹെൽപ്ഫുൾ തന്നെയാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ വളരെ കെയർഫുൾ ആയിരിക്കണം. ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്കങ്ങനെ ചെയ്യാം. ക്ലീനർ നമ്മൾ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ക്ലോത്ത് ഇട്ടിട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മോട്ടോർ സൈക്കിൾ ഓൺ ആക്കിയിട്ട് ചെയ്യരുത്.
ഓൺ ആക്കിയിട്ട് ചെയ്യുന്ന അനുഭവസ്ഥരായിട്ടുള്ള പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. വിരലുകൾ നഷ്ടമാവും എന്നുള്ളതാണ്. കൈ അകത്തേക്ക് കയറും. കാരണം നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത് വൃത്തിയാക്കുന്ന ആ ഒരു തിരക്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ തുണി അകത്തേക്ക് കയറുമ്പോഴോ നമ്മൾ കൈ ഉള്ളിലേക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിത്തിൻ മൈക്രോ സെക്കൻഡ്സിലാണ് ഇത് അകത്തേക്ക് കയറി പോകുന്നത്. വിരൽ നഷ്ടപ്പെടാനും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സോ ഐ വിൽ ഓൾവേസ് സജസ്റ്റ് യു ഗൈസ്, നമ്മൾ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്കുകയാണെങ്കിൽ ബി വെരി കെയർഫുൾ. ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്കത് ഉപയോഗിക്കാം, അത് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലൂബ് ചെയ്യാൻ അത് ഉപയോഗിക്കാം. പക്ഷേ ക്ലീൻ ചെയ്ത് നമ്മൾ കൈ അകത്തേക്ക് ഇടുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. അത് പ്രത്യേകം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള എൻ്റെ റിക്വസ്റ്റാണ്. ഞാൻ ഒരുപാട് കാഴ്ചകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഗിയറിലിട്ടു. എന്നിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ ക്ലീനർ ഇട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്താൽ മതി, പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്ലീൻ ഓട്ടോമാറ്റിക്കലി വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ചെയിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ക്ലീൻ ആയിക്കോളും. അതിനുശേഷം നമ്മൾ ചെയിൻ ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ മുകളിൽ മാത്രമല്ല ഈ സൈഡിലേക്കും കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുക. യൂഷ്വലി ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് അടിക്കാറ്, പക്ഷേ സൈഡിലും കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ അപ്പോൾ ചെയിൻ ക്ലീൻ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. നമ്മളതൊക്കെ കംപ്ലീറ്റ് അതിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാണ് ഞാൻ ബ്രഷ് പറഞ്ഞത്. ഈ ബ്രഷ് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നിങ്ങൾ കാണേണ്ടത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇതിൻ്റെ ചെളികളെല്ലാം ഈ ഒരു ബ്രഷ് ഒപ്പിയെടുക്കും എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഡേർട്ടും നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ബ്രഷ് കൊണ്ട്. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ചെയിൻ ബ്രഷ് എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കൂടെ ഈ സൈഡിലേക്കുള്ള പാർട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേറെ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സൈഡിലേക്കൊക്കെ ഈ ഒരു സൈഡ് ഉപയോഗിക്കാം. പ്രോപ്പർ ചെയിനിലേക്കാണെങ്കിൽ മറ്റേ സൈഡ് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു സൈഡിലെല്ലാം തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡിലും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അവിടെ കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണത്. ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈ സ്പ്രോക്കറ്റിൻ്റെ കവറും കൂടെ നമ്മളൊന്ന് റിമൂവ് ചെയ്തിട്ട് അതും കൂടെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് കാണിക്കാൻ. 3000-5000 കിലോമീറ്ററിലാണ് ഞാൻ എപ്പോഴും 3000 കിലോമീറ്ററിൽ അത് ക്ലീൻ ചെയ്യാറുണ്ട്. സോ ആ ഒരു ഏരിയയും കൂടെ അതെങ്ങനെ ക്ലീൻ ചെയ്യണം, അതിന് 8ൻ്റെ ടൂളാണ് വേണ്ടത്. 8ൻ്റെ ടൂൾ വേണം. എന്നിട്ട് അത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ചെളി ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്ക് പുറത്തെടുത്തിട്ട് ഒരു ഫ്രഷ് ചെയിൻ സ്പ്രോക്കറ്റ് ആക്കി പുറത്തിറക്കാം. കമാ V3 ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബെല്ലി പാൻ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ടൂൾ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. സോ അത് നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം. ഇതൊരു 4mm LNG ആണ് ഇപ്പോൾ ഈ ഒരു റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 8 സൈസിലുള്ള സ്പാൻഡറാണ്. ഇപ്പോൾ T ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. 2 സൈഡിൽ നമുക്ക് ബോൾട്ട് വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്യാം. സോ ഇത് നിങ്ങൾ കാണണം. ശരിക്കും ഇവിടെ എത്രമാത്രം ഡേർട്ടാണ്. ഈ ഒരു മോട്ടോർ സൈക്കിളിന് ഡേർട്ട് ശരിക്കും പറഞ്ഞാൽ കുറവാണ്. യൂഷ്വലി നമ്മളൊരു 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ള മോട്ടോർ സൈക്കിളാണെങ്കിൽ ഈ ഒരു സൈഡിൽ ഭയങ്കരമായിട്ടുള്ള ഡേർട്ടായിരിക്കും. ബട്ട് എനിവേ നമുക്ക് ഈ ഒരു സൈഡ് ക്ലീൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡ് നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യാം. സോ നമുക്ക് ക്ലീനർ ഇവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ഈ സൈഡും കൂടെ ക്ലീൻ ചെയ്യാം. അതിനുവേണ്ടി മോട്ടോർ സൈക്കിൾ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മൾ ഈ ചെയിൻ മാത്രമല്ല അതിൻ്റെ സൈഡിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അവിടെ ഒന്ന് കോട്ടൺ ഉപയോഗിച്ചുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ദാറ്റ് ഷുഡ് ബി വെരി കെയർഫുൾ ആ ഒരു ഏരിയ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുള്ളത്.
മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൻ്റെ ചെയിനും ഭയങ്കരമായിട്ടുള്ള ഒരു ലൂസാണ് അല്ലേ, അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ടതൊന്ന് നമുക്ക് നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. അത് ചെയ്യുന്ന ശേഷം നമ്മൾ വീണ്ടും അത് റീഇൻസ്റ്റാൾ ചെയ്യാം. കവറും ഒന്ന് ക്ലീൻ, നമ്മളിതൊക്കെ റിമൂവ് ചെയ്തതുകൊണ്ട് നമ്മൾ അകത്ത് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാം. അത് നമുക്ക് ക്ലീനർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കാണാൻ സാധിക്കും എത്ര ഡേർട്ടാണ് അല്ലേ ഇതിൻ്റെ അകത്ത്. അത് തുടച്ചോളൂ. ഇനി സോ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടാണുള്ളത്. അപ്പോൾ പ്ലീസ് കുക്കോ റീഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം നമുക്ക്. സോ നമ്മൾ ഡ്രൈ സ്പ്രോക്കറ്റിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ റീഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു മോട്ടോർ സൈക്കിളിന് നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം, ഈ ചെയിന് ഭയങ്കര പ്ലേ കൂടുതലാണ്, അതായത് ലൂസാണ്. അതുകൊണ്ട് ഒരു പ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് ചെയ്യണം. ഓരോ കമ്പനി പറഞ്ഞിരിക്കുന്ന പ്ലേ നമ്മൾ നിർബന്ധമായിട്ടും അത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അത് പ്രകാരം ഇതിൻ്റെ ആ ഒരു പ്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ടൈറ്റ് ചെയ്ത് അതെപ്പോഴും നിലനിർത്താൻ ശ്രമിക്കണം. ഒരു ലോങ്ങർ ചെയിൻ സ്പ്രോക്കറ്റ് ലൈഫിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല ഒരു റൈഡിങ് കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളോട് എപ്പോഴും ശ്രദ്ധിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. കമോൺ. ചെയിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു യമഹ R15 V3 ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം വീൽ നെറ്റാണ് ലൂസ് ആക്കേണ്ടത്. അത് 19 സൈസാണ് നമുക്ക് വേണ്ടത്. സോ 19 സൈസ് ഓൾറെഡി കുക്കു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് റിമൂവ് ചെയ്ത്, അത് റിമൂവ് അല്ല, ആദ്യം നമ്മളതൊന്ന് ലൂസാക്കി കൊടുക്കുക. അതിന് ശേഷം ആ വീൽ നട്ടൊന്ന് നമ്മൾ ലൂസാക്കിയതിന് ശേഷം നമുക്ക് 10 സൈസും അതുപോലെ 12 സൈസിൻ്റെ സ്പാനേഴ്സാണ് വേണ്ടത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ 10 സൈസിലുള്ള ഒരു ബോൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ബോൾട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. സോ അതർ സൈഡിൽ നമ്മൾ പറഞ്ഞു ലൂസ് ചെയ്യണം, അതിൻ്റെ അതർ സൈഡിൽ നമ്മൾ ടൈറ്റ് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ മോട്ടോർ സൈക്കിളിൻ്റെ പ്ലേ നിങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഡിഫറെൻറ്റ് മോട്ടോർ സൈക്കിളാകുമ്പോൾ ഡിഫറെൻറ്റ് പ്ലേ ആയിരിക്കും. അത് നമ്മൾ നോക്കിയതിന് ശേഷം ഇത് ഓൾമോസ്റ്റ് ഇതിനോട് ഈ ഒരു ഇതിലേക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു പ്ലേയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. അലൈൻമെൻറ്റ് കറക്റ്റാണ്. അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് കറക്റ്റാക്കൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആ ഒരു ഏരിയ നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് അത് കറക്റ്റാക്കാം. അതിനുശേഷം ഇത് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പ്ലേ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓരോ മോട്ടോർ സൈക്കിളിനും ഒരു മാർക്ക് വരുന്നുണ്ട്. ആ ഒരു മാർക്കാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ബിക്കോസ് നമുക്ക് ആ ഒരു അപ്പുറത്തെ സൈഡിലേക്കും നമുക്ക് വേണ്ടത് ഇതേ മാർക്കിംഗ് തന്നെയാണ്. ഏതാണോ ഇവിടെ മാർക്ക് വന്നിട്ടുള്ളത് ആ ഒരു പ്ലേ കറക്റ്റായിട്ടുള്ളത്, ആ ഒരു മാർക്കിങ് അവിടെ നമ്മൾ ആക്കണം. അതുകൊണ്ട് ഈ ഒരു മാർക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി അതർ സൈഡിലും കൂടെ അങ്ങനെ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ചെയിന് ഈ സൈഡിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ആ സൈഡിൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വീലിനായിട്ട് ടൈറ്റ് ചെയ്യുക എന്നുള്ളൊരു അവസാന കാര്യമാണ് ചെയ്യാനുള്ളത്. അതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഡണ്ണാണ്, അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ ലൂബിംഗ് ആണ്. ചെയിൻ ലൂബിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. മോട്ടോർ സൈക്കിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചെയിന് ലൂബ് ചെയ്യാനുള്ള കാര്യം ശ്രദ്ധിക്കുക. ചെയിൻ ലൂബും TRM കാലിഡാഡിൻ്റെ ലൂബ് തന്നെയാണ്. ചെയ്തോ?
വേറെ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ലൂബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയിന് വളരെ ക്ലീൻ ആവും. ഇത് ഒരുപാട് സമയം നിങ്ങൾ അടിക്കേണ്ട. ഒരു മോട്ടോർ സൈക്കിളിന് വേണ്ടത് നിങ്ങൾക്ക് ഏകദേശം ചെയിന് ക്ലീനായി അതുപോലെ തന്നെ ലൂബിങ് കറക്റ്റായി കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ റിലീസ് ചെയ്യുക. ഒരുപാട് അടിച്ച് അത് തീർക്കേണ്ടതായിട്ടില്ല കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മോട്ടോർ സൈക്കിളിന് ചെയിന് ടൈറ്റ് ചെയ്യേണ്ടതായിട്ട് എങ്ങനെയെന്നുള്ളത് പഠിച്ചു, ചെയിന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് എങ്ങനെയുള്ളത് പഠിച്ചു, ചെയിൻ ലൂബ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു. മാത്രമല്ല ഓരോ 3000 കിലോമീറ്റേഴ്സിലും ഫ്രണ്ടിലെ ഡ്രൈ സ്പ്രോക്കറ്റ് ക്ലീൻ ചെയ്യേണ്ടതും കൂടെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെയാണ്. ഇതുപോലത്തെ ഒരുപാട് മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് വീഡിയോകളാണ് ഈ ഒരു ചാനലിൽ വരാനുള്ളത്. ഒരുപാട് റൈഡിങ് കോണ്ടൻറ്റുകളാണ് ഈ ഒരു ചാനലിൽ വരാനുള്ളത്. ഒരുപാട് അഡ്വഞ്ചർ റൈഡിങ് കോണ്ടൻറ്റുകളാണ് ഈ ഒരു ചാനലിൽ വരാനുള്ളത്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ ബിക്കോസ് യു ഡോണ്ട് വാണ്ട് ടു മിസ് എനി മോട്ടോർസൈക്കിൾ പ്രോഡക്റ്റ് റിലേറ്റഡ് കോണ്ടന്റ്, എനി adventure content. This is Murshid Bandidos signing off.